അങ്ങനെ ആ ദിവസവും എത്തി, പൊങ്കാല ദിവസം. നേരെ പോയി കുളിച്ചൊരുങ്ങി വന്ന് മണ്ടപ്പത്തിൽ ഓരോരുത്തരെ മനസ്സിൽ കണ്ട് കണ്ണും മൂക്കും വെച്ചു. അതിനോടൊപ്പം അമ്മ തെരളിയും റെഡിയാക്കി. ഞാനിക്കൊല്ലം വെള്ളച്ചോറും കാര്യസിദ്ധിയുമാണ് ദേവിക്കായി സമർപ്പിച്ചത്. ഇക്കാണുന്നതാണ് എനിക്ക് പൊങ്കാല ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം. പൊങ്കാല കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് പാനീയം നൽകുന്നത്. ഈ ദിവസം അവരുടെ ആശ്വാസം നമുക്ക് സന്തോഷമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വേറൊന്നുമല്ല, ഐസ്ക്രീം ഇല്ലാതെ എന്ത് പൊങ്കാലാന്നും പറഞ്ഞ് ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ കിട്ടിയത് കൊണ്ട് തന്നെ പോകുന്നു. അപ്പോഴേക്കും നീതിക്കുന്ന സമയമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പൊങ്കാല പ്രസാദം നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം നമുക്കിഷ്ടമുള്ളവർക്കും കൂടി എത്തിക്കണമല്ലോ. അതുകൊണ്ട് അതെല്ലാം പാക്കാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു പൊങ്കാല കൂടി വളരെ ശുഭകരമായി അവസാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ പൊങ്കാല വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ.